മാത്തമാറ്റിക്സ് എന്ന് കേൾക്കുമ്പോൾ ആരും ഓടുമൊന്നും വേണ്ട കേട്ടോ. മാത്തമാറ്റിക്സ് അറിയാൻ പാടില്ലാത്ത കുട്ടികൾക്ക് എത്ര ഭംഗിയായിട്ട്, എത്ര സിമ്പിളാക്കി ഒരു ഗെയിമിംഗ് സ്പിരിറ്റോടെ മാത്തമാറ്റിക്സിനെ എടുക്കാം. അങ്ങനെയാണ് മാത്തമാറ്റിക്സിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതും ഞാൻ എൻ്റെ കുട്ടികളെ ട്രെയിൻ ചെയ്യുന്നതും. ഹോം സ്കൂളിങ്ങിൽ മാത്തമാറ്റിക്സിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ളതിൽ പ്രശസ്തനായ ഒരു ഹോം സ്കൂളറെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. 1847 1847 ജനിച്ച് ആ കാലഘട്ടത്തിലൂടെ കടന്നുപോയ നമ്മളുടെ പ്രിയങ്കരനായ ഒരു ഇൻവെൻറ്റർ തോമസ് ആൽവ എഡിസൺ. ക്ലാസ് റൂം മുറികളിലെ യാഥാസ്ഥിതികമായ കൺവെൻഷണൽ സിസ്റ്റത്തിൽ പഠിക്കുവാൻ കഴിയാതിരുന്ന തോമസ് ആൽവ എഡിസണെ അധ്യാപകർ ഒരു ചെറിയ കുറിപ്പും കൊടുത്ത് അമ്മയുടെ അടുത്തേക്ക് വിടുന്നു. ഈ കുട്ടി ക്ലാസ് റൂമിനുള്ളിലിരുന്ന് പഠിക്കുവാനുള്ള ബുദ്ധിശക്തിയില്ല, അതായത് ബുദ്ധിമാന്ദ്യം ഉള്ള കുട്ടിയാണ്, ക്ലാസ്സിൽ പഠിപ്പിക്കാൻ കഴിയില്ല എന്നാണ് ആ കുറിപ്പിലുണ്ടായിരുന്നത്. ഈ സംഭവം 1847 ആ സമയത്ത് ഹോം സ്കൂളിങ്ങിന് തയ്യാറായ ധീരയായ ബുദ്ധിമതിയായ ഒരമ്മയായിരുന്നു നാൻസി എഡിസൺ, നമ്മുടെ തോമസ് ആൽവ എഡിസൻ്റെ അമ്മ. ഹോം സ്കൂളിങ്ങിലൂടെ ബുദ്ധി വൈവിധ്യം നിറഞ്ഞ തോമസ് ആൽവ എഡിസൺ അന്ന് കടന്നുപോയ പാതകൾ, അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുമ്പം നിങ്ങൾ കേൾക്കുന്ന ഈ മൈക്രോഫോണും ഈ മുറിയിൽ പ്രകാശം പരത്തുന്ന ബൾബുകളും തോമസ് ആൽവ എഡിസണോടും ആ നാൻസി എഡിസൺ എന്ന അമ്മയോടും കടപ്പെട്ടിരിക്കുന്നു. ഹോം സ്കൂളിംഗ് പീരീഡിൽ കുട്ടികളിൽ മാത്തമാറ്റിക്സ് എക്സ്പീരിയൻസ് ചെയ്യിച്ച് തന്നെ പഠിപ്പിക്കുക. കുട്ടികൾ ക്ലാസ് റൂമിലും എക്സാം ഹാളിലും നമ്മളുടെ വീട്ടിലും ഒക്കെയായി മാത്തമാറ്റിക്സ് ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ, അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ക്ലാസ് റൂമിൽ പഠിപ്പിക്കുമ്പം കുട്ടികൾക്ക് ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ക്ലിയറാണ്, ടീച്ചറിൻ്റെ പ്രസൻസിൽ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. വീട്ടിൽ വന്ന് തനിയെ ഹോംവർക്ക് ചെയ്യാൻ നോക്കുമ്പം പറ്റുന്നില്ല. അതാണ് ഒരു പ്രതിസന്ധി. രണ്ടാമത്തെ ഒരു കാര്യം, ഹോംവർക്കും ചെയ്യാൻ പറ്റും, ക്ലാസ്സിലും പറ്റും, പക്ഷെ പുതിയൊരു പ്രോബ്ലം കാണുമ്പോൾ അത് ചെയ്യാൻ കഴിയുന്നില്ല. മറ്റൊന്ന്, പുതിയ പ്രോബ്ലംസും ചെയ്യാൻ പറ്റും, എക്സാം ഹോളിൽ വരുമ്പം ഇവർക്ക് കൃത്യമായി ക്വസ്റ്റ്യനെ അനലൈസ് ചെയ്ത് അതിലേക്ക് പ്രോപ്പറായിട്ട് ചെയ്തു പോകാൻ കഴിയുന്നില്ല. മറ്റൊരു പ്രതിസന്ധി, കാൽക്കുലേഷൻ കോളത്തിൽ വരെ ക്ലിയർ ആയിരിക്കും, അവിടെ നിന്ന് കാൽക്കുലേഷൻ കോളത്തിൽ നിന്ന് ആൻസറിൻ്റെ പാർട്ടിലേക്ക് എടുത്തെഴുതുമ്പം അവർക്ക് മിസ്സാവുന്നു. പിന്നെ മറ്റൊരു കൂട്ടർക്ക് 9 വരെ കൗണ്ട് ചെയ്യാൻ പറ്റും, 9 കഴിഞ്ഞ് 10ലേക്ക് കിട്ടാറില്ല, 10ലേക്ക് കിട്ടാൻ കുറച്ച് സമയം എടുക്കുന്നു. പിന്നെ മറ്റൊരു കൂട്ടരുണ്ട്, നമ്മളുടെ റേഡിയോ ട്യൂൺ ചെയ്യുന്നത് പോലെ റേഡിയോ ട്യൂൺ ചെയ്ത് വെച്ചിട്ട് മൂവ് ചെയ്യുമ്പം സ്റ്റേഷൻ പോകുന്ന ഒരവസ്ഥ. അതായത് പഠിപ്പിക്കുമ്പോൾ എല്ലാം അറിയാം, കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പം അവർക്കറിയില്ല. മറ്റൊന്ന്, 2-3 കാര്യങ്ങൾ പഠിച്ച് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പം എന്തൊക്കെ കാര്യങ്ങളാണ്, ഇത് ഏത് കോൺസെപ്റ്റാണ് ഇവിടെ കണക്ട് ചെയ്യേണ്ടത്, പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ ഏത് കോൺസെപ്റ്റ് കണക്ട് ചെയ്യണം എന്ന് കൺഫ്യൂസ്ഡ് ആവുന്നു. ഈ പ്രതിസന്ധികളുടെയൊക്കെ കാരണം എന്താവാം? ഹെറിഡിറ്ററി ആവാം, 2 ജനറ്റിക് ഫാക്ടർ ആകാം, 3 കോൺസെപ്റ്റ് കുട്ടികളിലേക്ക് കൃത്യമായി ഡീപ്പായി എത്തിച്ചേരാൻ കഴിയാത്തത്, എത്തിച്ചേർന്ന കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യാൻ കഴിയാത്തത്, ഈ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്യുമ്പം അവരുടെ ബ്രെയിനിൽ തോട്ട് ഫോമിൽ ഡെവലപ്പ് ആകേണ്ടതായ സയൻറ്റിഫിക് സ്കില്ല് ഫോം ചെയ്യാത്തത്. മറ്റൊന്ന് കൺഫ്യൂഷൻസ്, അതാണോ ഇതാണോ എന്നുള്ള പുവർ അരിത്തമെറ്റിക്കൽ കൺഫ്യൂഷൻസ്. മറ്റൊന്ന് ഷോർട്ട് മെമ്മറി. മറ്റൊന്ന് ഒരു ക്ലാസ്സിൽ നിന്ന് മറ്റൊരു ക്ലാസ്സിലേക്ക് കുട്ടികൾ വരുമ്പോൾ ഈ സിലബസുകൾക്കിടയിൽ വരുന്ന ചെറിയ ചെറിയ ഗ്യാപ്പുകൾ പ്രോപ്പറായ വിധത്തിൽ ബ്രിഡ്ജ് ചെയ്യപ്പെടാതെ വരുന്ന സിറ്റുവേഷൻ. ഇതെല്ലാം കഴിഞ്ഞാൽ മറ്റൊരു കൂട്ടരുണ്ട്, ബൗദ്ധികമായ വെല്ലുവിളികൾ,
മാനസികമായ വെല്ലുവിളികൾ, അതോടൊപ്പം തന്നെ സാമൂഹികമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾ. ഇങ്ങനെയുള്ളവർക്കും മാത്തമാറ്റിക്സ് പഠിക്കാം. ഏത് തരം കാറ്റഗറി ഉള്ളവർക്കും മാത്തമാറ്റിക്സ് പഠിക്കാം. മാത്തമാറ്റിക്സ് ഒരു സ്കില്ലാണ്, അത് നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. പ്രോപ്പറായി ട്രെയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു കോച്ച്, ഒരു ട്രെയിനറുടെ സഹായത്തോടെ കുട്ടികൾക്ക് വളരെ ഭംഗിയായ വിധത്തിൽ ആർജിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ല് തന്നെയാണ് മാത്തമാറ്റിക്സ്. പണ്ടുള്ള കാലങ്ങളിൽ മാത്തമാറ്റിക്സ് ഇൻ്റലക്ച്വൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയും ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് വേണ്ടിയും കൂടി ഉപയോഗിച്ചിരുന്നു. പക്ഷേ ഇന്ന് എന്തോ കാലം പോകുന്നതിനനുസരിച്ച് നമ്മളിലുണ്ടാകുന്ന ഒരു മിസ്കോൺസെപ്റ്റ്, തെറ്റായൊരു ധാരണ, മാത്തമാറ്റിക്സ് ബുദ്ധിയുള്ളവർക്ക് മാത്രമാണ് എന്നുള്ളതാണ്. അതല്ല ശരിയായ മാറ്റർ. നമുക്ക് ശരിയായ രീതിയിൽ കുട്ടികളിലേക്ക് കൃത്യമായ പ്രായങ്ങളിൽ കൃത്യമായ തോതിലുള്ള കോൺസെപ്റ്റുകൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് കുട്ടികൾക്കൊരു ബാലികേറമല ആവില്ല. കുട്ടികൾ വലിയ ക്ലാസ്സുകളിലേക്ക് വരുമ്പോഴാണ് മാത്തമാറ്റിക്സിൽ അവർ നേരിടുന്ന പ്രതിസന്ധികൾ നമ്മളുടെ മുമ്പിലും ഒരു ചലഞ്ചാവുന്നത്. അപ്പം മാത്രമാണ് നമ്മൾ അതിൻ്റെ റിമഡിയൽ സ്റ്റെപ്പിനെക്കുറിച്ച്, അതിൻ്റെ പരിഹാരത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് തന്നെ ഓരോ കാര്യങ്ങളും ഹൈലി സ്ട്രക്ചേർഡായ മാത്തമാറ്റിക്സിൽ ആ സ്ട്രക്ചർ കൊടുത്തു പോവുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒരു ഗെയിം പോലെ നമുക്ക് മാത്തമാറ്റിക്സിനെ കൊണ്ടുപോകാൻ പറ്റും.